എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒക്ടോബർ മാസം നമുക്കറിയാം പരിശുദ്ധ ജപമാലയുടെ മാസമാണ്. പരിശുദ്ധ ജപമാല എന്നാൽ നമുക്ക് പരിശുദ്ധ അമ്മയിലേക്കുള്ള ഒരു വഴിയാണ്. എന്നാൽ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കർത്താവായ ഈശോയിലേക്കുള്ള ഒരേ ഒരു വഴിയാണ്. നമുക്കറിയാം മറിയം വഴി യേശുവിലേക്ക് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് 2025 ജപമാല മാസം, അതായത് ഒക്ടോബർ മാസം എങ്ങനെ ഏറെ ഭക്ത്യാദരപൂർവ്വം നമുക്ക് കൊണ്ടാടാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ അത്രയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ, അവയോരോന്നും പരിശുദ്ധ ജപമാലയിലൂടെ നമുക്ക് ദൈവപിതാവിൽ നിന്നും പരിശുദ്ധ മറിയം വഴി യാചിച്ച് സ്വന്തമാക്കുവാനുള്ള ഒരു അവസരം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം തേടി നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. ഈ ഒരു ചാനൽ സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ ഹബ് എന്ന ഈ ഒരു ചാനൽ തേടി വന്നാൽ മതി. നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം, പ്രാർത്ഥനകൾ ഈ ചാനലിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. കൂടുതൽ പ്രാർത്ഥനകൾക്കും വ്യത്യസ്തതരമായ പ്രാർത്ഥനകൾക്കും സുവിശേഷ ഭാഗങ്ങൾക്കുമായി ഈ ചാനലിലെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്ത് ഓൾ എന്ന് അമർത്തി കൊടുക്കുക. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ, എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ, ഓർക്കുക ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലും നമ്മൾ എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടാൻ കഴിഞ്ഞു, എൻ്റെ വസ്തു വിൽക്കുവാൻ കഴിഞ്ഞു, എൻ്റെ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടി, അതുപോലെ തന്നെ ഓപ്പറേഷൻ സുഖകരമായി കഴിഞ്ഞു, രോഗം പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചു എന്നിങ്ങനെയുള്ള നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിൻ്റെയും കമൻറ്റുകൾ വായിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ 3 ആഗ്രഹങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും അത് നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ എത്ര തവണ കമൻറ്റ് ചെയ്യുന്നോ അത്രയും തവണ നമ്മളത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത്രത്തോളം അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ. മാത്രമല്ല നിങ്ങളുടെ മനസ്സിൽ 3 നിയോഗം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ 7 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും നിങ്ങൾ ആ ഒരു കാര്യത്തിന് എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് 3 മാസത്തിനുള്ളിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ 7 പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് പരിശുദ്ധ ജപമാല ഈ ഒക്ടോബർ മാസത്തിൽ കൊണ്ടാടാം എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ? എൻ്റെ ദൈവമേ, എനിക്കെൻ്റെ രോഗം മാറ്റി തരണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് അറുതി തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈശോ നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയല്ല. അത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വചനം പഠിച്ചിരുന്നു അല്ലേ? നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവൻ എന്തും നേടാൻ സാധിക്കുമെന്ന് പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയപ്പോൾ ഈശോ മർക്കോസിൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞതാണ്. പക്ഷേ എത്ര പേരങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? നമ്മളിൽ വിശ്വാസമില്ലാതെയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. ഇത് വിശ്വസിച്ചാൽ ഇത് നടക്കുമോ ഇല്ലയോ എന്നറിയാതെ പ്രാർത്ഥിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. എങ്കിൽ അങ്ങനെയല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളത് പൂർണ്ണമായും വിശ്വസിക്കുക. അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുക.
അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു പരിവർത്തനം നടക്കാൻ പോവുകയാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അതിനായി ഒരു വെള്ള പേപ്പർ എല്ലാവരും കയ്യിലെടുക്കുക. ഒരു വെള്ള പേപ്പർ എല്ലാവരും കയ്യിലെടുക്കുക. ആ വെള്ള പേപ്പറിൽ 31 ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇനിയുള്ള കാലം വേണ്ട 31 ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ സഹായങ്ങൾ നിങ്ങൾ എഴുതുക. തീർച്ചയായും നിങ്ങൾ എഴുതേണ്ടത്, എനിക്ക് എൻ്റെ ഈശോ അത് നടത്തി തന്നു എന്നുള്ള രീതിയിൽ വേണം എഴുതാൻ. എനിക്ക് എൻ്റെ വീട് വിൽക്കാൻ അനുഗ്രഹിക്കണമേ എന്നല്ല എഴുതേണ്ടത്. എൻ്റെ വീട് വിൽക്കാൻ ഈശോ എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി എന്ന് നിങ്ങൾ എഴുതുക. എൻ്റെ രോഗം മാറ്റി സൗഖ്യം നൽകിയ ഈശോയ്ക്ക് നന്ദി എന്ന് നിങ്ങൾ എഴുതുക. എന്നെ എക്സാം പാസ്സാക്കിയ ഈശോയ്ക്ക് നന്ദി എന്ന് എഴുതുക. ഒരിക്കലും തരണമേ എന്നല്ല. നമ്മൾ ഈശോ പറഞ്ഞതുപോലെ അത് ഈശോ എനിക്ക് തന്നു, അതിന് ഈശോയ്ക്ക് നന്ദി എന്നുള്ള രൂപത്തിൽ 31 നിയോഗങ്ങൾ ഒരു വെള്ള പേപ്പറിൽ, ഒരു A4 സൈസ് പേപ്പറിൽ നിങ്ങൾ എഴുതുക. ഈ ഒരു പേപ്പർ ഈ ഒക്ടോബർ മാസം മുഴുവൻ നിങ്ങളുടെ പരിശുദ്ധ ബൈബിളിൽ, വിശുദ്ധ ഗ്രന്ഥത്തിനുള്ളിൽ നിങ്ങൾ 3 മടക്കി സൂക്ഷിക്കുക. 3 മടക്കി സൂക്ഷിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കൊന്ത ചൊല്ലുക. ഈ ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജപമാല ചൊല്ലുക. ജപമാല ചൊല്ലുന്നതിന് മുൻപായി ഈ പേപ്പർ നിങ്ങൾ തുറന്ന് വായിക്കുക. അതിലെഴുതിയ ഓരോ വാക്യങ്ങളും നിങ്ങൾ വായിച്ച് ദൈവത്തിന് നന്ദി പറയുക. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളത് വായിക്കുക. ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം, ഒരു അനുഭവം, നിങ്ങൾക്കൊരു അനുഭൂതി, ഒരു ദൈവികമായ അനുഭൂതി ഉണ്ടാകും. ആ അനുഭൂതിയിൽ ആ സന്തോഷം അനുഭവിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാവരും സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും. കാരണം നമ്മളെപ്പോഴും ദൈവത്തോട് പരാതികളാണ് പറയുന്നത്. മറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ദൈവം നമുക്ക് നൽകുന്ന ഓരോ ചെറിയ ചെറിയ നന്മയ്ക്ക് നന്ദി പറയാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് നിങ്ങൾ ഇന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞോ? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ജപമാല ചൊല്ലുന്നതിന് മുൻപ് ഈ ഒരു പേപ്പർ തുറന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഇവ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വായിക്കുക. അതിനുശേഷം നിങ്ങൾ ജപമാല എടുക്കുക. ഓരോ മണിയിലൂടെയും എൻ്റെ ഓരോ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഓരോ ജപമാലയ്ക്ക് ശേഷം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു പുഷ്പം പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിന് സമീപം നിങ്ങൾ സമർപ്പിക്കുക. ശേഷം നിങ്ങൾ ഒരു വചനഭാഗം വായിക്കുക. ഏതെങ്കിലും ഒരു വചനഭാഗം വായിച്ച് അല്പനേരം ധ്യാനിക്കുക. തീർച്ചയായും ഇപ്രകാരം ഈ ഒരു ഒക്ടോബർ മാസം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കിട്ടും. മാത്രമല്ല, കഴിയുമെങ്കിൽ കുമ്പസാരിക്കുക. ദൈവത്തോട് നിങ്ങൾക്ക് തന്നെ ഭാവങ്ങൾ ഏറ്റുപറയാം. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക. നിങ്ങളുടെ ചുറ്റിനും ഒരാൾക്കെങ്കിലും ഈ ഒരു മാസം നിങ്ങളൊരു സഹായം ചെയ്തെന്ന് ഉറപ്പാക്കുക. തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നുവോ, എത്ര ദിവസം പള്ളിയിൽ പോകുന്നുവോ, കുമ്പസാരിക്കുന്നുവോ എന്നുള്ളതിലല്ല കാര്യം. മറിച്ച് നിന്റെ ചുറ്റുമുള്ളവരിൽ നിങ്ങൾ എത്ര പേരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് പരസ്പരം സഹായിക്കുന്നവരാകാം. നിങ്ങൾ പരസ്പരം സഹായിച്ചാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും നിങ്ങൾ മോചിക്കപ്പെടും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ആമേൻ.